നമസ്കാരം. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിനു ശേഷം ചിലരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ ഈ വരികളാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനെ കാണുമ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങൾ ഇനിയൊരിക്കലും ഓർക്കാൻ പോലും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കിരാതവാഴ്ചയായിരുന്നു ഭരണം എന്ന പേരിൽ പിണറായി വിജയനും ശിങ്കിടികളും നടത്തിയത്. 40 വാഹനങ്ങളുടെയും 400 പോലീസുകാരുടെയും അകമ്പടിയിൽ നടന്നിരുന്ന പിണറായി വിജയന്റെ നിയമസഭയിലെ അവസ്ഥ അതിദയനീയമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വെറും 33 MLA-മാർ മാത്രമാണ് LDF-നുള്ളത്. അതിൽ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവർ 1-2 പേർ മാത്രം. VK സനോജ, M വിജിൻ, മുഹമ്മദ് മുഹസിൻ, K പ്രേംകുമാർ, മുഹമ്മദ് റിയാസ്, അങ്ങനെ വിരലിൽ എണ്ണാവുന്ന കുറച്ചുപേർ. ബാക്കിയുള്ളത് വയസ്സന്മാരും മധ്യവയസ്കന്മാരും ഒക്കെയാണ്. എന്നാൽ UDF-ൽ അതല്ല സ്ഥിതി. AD തോമസ്, രമേഷ് പിഷാരടി, വിദ്യാ ബാലകൃഷ്ണൻ, സന്ദീപ് വാര്യർ, VK ഫൈസൽ ബാബു, K ജയന്ത്, VS ജോയി, VT ബൽറാം, PMA സമീർ, TP അഷ്റഫ് അലി, PK ഫിറോസ്, ഫാത്തിമ തഹ്ലിയ, T സിദ്ദിഖ്, TV സൂരജ്, KM അഭിജിത്ത്, മനോജ് മൂത്തേടൻ, ദീപക് ജോയി, രമ്യ ഹരിദാസ്, PK നവാസ്, മാത്യു കുഴൽനടൻ, അനൂപ് ജേക്കബ്, ചാണ്ടി ഉമ്മൻ, OJ ജനീഷ്, അബിൻ വർക്കി, വിഷ്ണുമോഹൻ, റോണി K ബേബി, റോജി M ജോൺ, ദീപക് ജോയി, K ബിനിമോൻ, M ലിജു, സുധീർ ഷാ പാലോട്, CR മഹേഷ്, അങ്ങനെ നീണ്ടുകിടക്കുകയാണ് UDF-ന്റെ യുവ MLA-മാർ. ഇനി മധ്യനിരയിലേക്ക് കടന്നാൽ PC വിഷ്ണുനാഥ്, AKM അഷ്റഫ്, IC ബാലകൃഷ്ണൻ, KM ഷാജി, KA തുളസി, KP നൌഷാദ് അലി, അൻവർ സാദത്ത്, BE അബ്ദുൽ ഗഫൂർ, VP സജീന്ദ്രൻ, ടോണി ചമ്മണി, ജ്യോതികുമാർ ചാമക്കാല, ബിന്ദു കൃഷ്ണ, M വിൻസെന്റ്, അങ്ങനെ പോകും. K മുരളീധരനും രമേശ് ചെന്നിത്തലയും VD സതീശനും ഉമാ തോമസും CP ജോണും ഉൾപ്പെടെയുള്ള മുതിർന്നവർ വേറെ. ഇവരിൽ പലരും പിണറായി വിജയനെ നിയമസഭയിലിട്ട് നിർത്തിപ്പൊരിക്കും. ഇവരോടൊന്നും പിടിച്ചു നിൽക്കാനുള്ള ശേഷി വയസ്സന്മാരുടെ കൂട്ടത്തിന് കഴിയില്ല. പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയുള്ള മാസപ്പടി കേസിന്റെ തെളിവുകൾ പുറത്തു വന്നപ്പോൾ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് ആരെക്കുറിച്ചും എന്തും പറയാമെന്നാണോ, മകളെപ്പറ്റി പറഞ്ഞ് തകർക്കാമെന്ന് കരുതിയോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് അസാമാന്യമായ അഭിനയം നിയമസഭയിൽ കാഴ്ചവെച്ചിരുന്നു പിണറായി വിജയൻ. മാത്രമല്ല, പ്രതിപക്ഷത്തെ ബഹുമാനിക്കില്ല, പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കില്ല. പിണറായി വിജയനെയോ സർക്കാരിനെയോ പ്രതിരോധത്തിലാക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും ഭരണപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിപക്ഷത്തെ ആക്രമിക്കുന്ന രീതിയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പിണറായി വിജയന്റെ ആ ധാർഷ്ട്യമാണ് തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത്. ഇനി നിയമസഭയിൽ വെറും 32 പേരോടൊപ്പം പിണറായിക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരും. അവിടെയും തീർന്നില്ല കാര്യം. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനും സഭയിലുണ്ട്. അവർ പുറത്തുപോയതിന് പിണറായി വിജയനും കാരണക്കാരനാണ്. G സുധാകരനെ ചെറ്റത്തരം കാണിക്കുന്നവൻ എന്ന തരത്തിൽ പോലുമുള്ള അധിക്ഷേപം പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. സുധാകരന്റെ ഒരു ശൈലി നമുക്കറിയാമല്ലോ. ആ വാ തുറന്നാൽ എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. 7 വെള്ളത്തിൽ കുളിച്ചാലും പോകാത്ത നാറ്റമുള്ള വാക്കുകളായിരിക്കും അദ്ദേഹം പറയുന്നത്. പിന്നെ പിണറായിക്ക് അതൊന്നും ഒരു പുത്തരിയല്ല. കുഞ്ഞികൃഷ്ണനെയും ഗോവിന്ദനെയും ഫേസ് ചെയ്യുക എന്നൊരു കടമ്പ കൂടി പിണറായിക്ക് മുന്നിലുണ്ട്. ഇനി സ്പീക്കറായി KK രമയാണ് വരുന്നതെങ്കിലോ? പലരും അങ്ങനെ പറയുന്നുണ്ട്, ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളുമൊക്കെ ഉപരി കർമ്മഫലം എന്നൊരു പ്രപഞ്ച സത്യമുണ്ട്. ആ കർമ്മഫലം കൊണ്ട് ഒരുപക്ഷെ KK രമ സ്പീക്കറായാലും അത്ഭുതപ്പെടേണ്ടതില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വഴിവിട്ട് പരോളും ആനുകൂല്യങ്ങളും നൽകിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളെങ്ങാനും വന്നാൽ പിണറായിക്ക് ഉത്തരമുണ്ടാകില്ല. മരുമകനാണെന്ന് കരുതി റിയാസിന് അമ്മാച്ചനെ സംരക്ഷിക്കാനും കഴിയില്ല. അത് നിയമസഭയാണ്, വീടല്ല. പിന്നെ KK രമയെ സാർ എന്ന് വിളിക്കുന്നത്, അങ്ങനെയും സംഭവിച്ചേക്കാം. ആസ്ഥാന വിധവ എന്ന അധിക്ഷേപം കേൾക്കേണ്ടി വന്ന അതേ നിയമസഭയിൽ സ്പീക്കറായി ഒരുപക്ഷെ KK രമ വന്നേക്കാം. ഈ 33 LDF MLA-മാരെയും ചോദ്യം ചെയ്യാൻ KM ഷാജി ഒരൊറ്റയാൾ മതി. എൻ്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ എന്നായിരിക്കും ഇക്കാര്യം പറഞ്ഞാൽ പിണറായി പോലും പറയുന്നത്. പലരും താരതമ്യേന പുതുമുഖങ്ങളാണെങ്കിലും അബിൻ വർക്കിയും മാത്യു കുഴൽനാടനും സന്ദീപ് വാര്യരും ഒക്കെ നിയമസഭയിൽ നിറഞ്ഞാടും. പിണറായി വിജയന്റെ പകയ്ക്ക് ഇരയായവർ പലരുമുണ്ട് ഇക്കുറി നിയമസഭയിൽ. അവരൊന്നും വെറുതെ ഇരിക്കുമെന്ന് കരുതാൻ കഴിയില്ല. പക വീട്ടാനുള്ളതാണ് എന്ന തത്വത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകും. ഇത് UDF-നും ബാധകമാണ്. 102 സീറ്റിൽ ജയിച്ചു കയറിയത് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല, അത് ഭരണവിരുദ്ധ പിണറായി വിരുദ്ധ വികാരം കൊണ്ടാണ്. കഴിഞ്ഞ 10 കൊല്ലം പിണറായി കാണിച്ചത് എന്താണോ അത് കാണിക്കാനാണ് ഭാവമെങ്കിൽ അടുത്ത തവണ ജനങ്ങൾ വീട്ടിലിരുത്തും. അത് ഓർമ്മ വേണം. എന്തായാലും ഇനി ഏഷ്യാനെറ്റിന്റെയും മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ റേറ്റിംഗ് കുറയാനാണ് സാധ്യത. പിണറായിയെയും കൂട്ടരെയും പഞ്ഞിക്കിടുന്നത് കാണാനായി കേരളത്തിലെ ജനങ്ങൾ സഭാ TVയുടെ മുന്നിലായിരിക്കും. എന്തായാലും മനോഹരമായ കാഴ്ചകൾ കാണാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. നിർത്തുന്നു. വീണ്ടും കാണാം.